IVF ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ ട്വിൻസ് അങ്ങനെ വരാം, അതെന്തുകൊണ്ടായിരിക്കും അതിൻ്റെ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയപ്പെടുന്നത്? അത് IVF-ൽ നമ്മളെപ്പോഴും 2 എംബ്രിയോസ് ആണ് വെക്കുന്നത്. എന്തിനാണ് 2 എംബ്രിയോസ് വെക്കുന്നത്? നമുക്കൊരു ഇംപ്ലാന്റേഷൻ കൂട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവർ ഇത്ര പൈസ ചിലവാക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സക്സസ് വേണം. അപ്പോൾ നമ്മൾ 2 എംബ്രിയോസ് തന്നെ എല്ലാവർക്കും വെക്കുക. അപ്പോൾ ഈ 2 എംബ്രിയോസ് വെച്ചാലും സിംഗിളേ കിട്ടാറുള്ളൂ സാധാരണ. പക്ഷേ 50% ആൾക്കാർക്ക് ട്വിൻസ് വരും. ചിലപ്പോൾ ഈ 2 ഒന്ന് ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് വളരെ റെയറായിട്ട് ട്രിപ്ലെറ്റ്സ് വരാം. അപ്പോൾ യൂഷ്വലി ഒരു IVF പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് 50% ആണ് പ്രഗ്നൻസി റേറ്റ്. അതായത് 50% എന്ന് വെച്ചാൽ പകുതി ആൾക്കാർ പ്രഗ്നൻ്റ് ആവില്ല, പകുതി ആൾക്കാർ പ്രഗ്നൻ്റ് ആവും. ഈ പ്രഗ്നൻ്റ് ആവുന്നതിൽ 50% ട്വിൻസ് ആവാം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഡെഫിനറ്റ്ലി ചാൻസ് കൂടുതലാണ്. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പേഷ്യൻ്റ് ചിലപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവും, അവർക്കൊരു ട്വിൻസിനെ കണ്ട് പോകാനുള്ള ശക്തി അവരുടെ ശരീരത്തിന് ഇല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പിന്നെ ചില പേഷ്യൻസ് തന്നെ പറയും ഞങ്ങൾക്ക് സിംഗിൾ മതി, ട്വിൻസ് വേണ്ടാന്ന്. അപ്പോൾ അങ്ങനെ കേസിൽ നമ്മൾ സിംഗിളെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പക്ഷേ സിംഗിൾ ട്രാൻസ്ഫർ ചെയ്താലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് ജനറലി കുറച്ചൊരു ഇംപ്ലാന്റേഷൻ കുറവാകാം. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഇവർക്കൊരു 10 എംബ്രിയോ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 10 ഏതാ നല്ലത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവർ ഓരോ പ്രാവശ്യവും ഇവർ വന്ന് ഈ മരുന്നെല്ലാം എടുത്തിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ സിംഗിളായിട്ട് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഏതിനാ അവർക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.